അസ്സലാമു അലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ നാസർമോനാണ്. ഇന്ന് ഞാൻ കുറ്റിപ്പുറം ചെമ്പിക്കലുള്ളത് സക്കീർ ഖാൻ്റെ ചായക്കടയിലുള്ളത്. സക്കീർ ഖാൻ ഈ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന അധിക വരുമാനം പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി നീക്കിവെക്കുന്ന മനുഷ്യസ്നേഹമാണ്. കുറ്റിപ്പുറത്ത് തിരുനാവായ റോട്ടിൽ പോരുമ്പോൾ നമ്മുടെ സക്കീർ ഖാൻ്റെ ചായക്കട കാണാം. ഇന്ന് ഇവിടെ പാലിറ്റീവിൻ്റെ ഒരു സാന്ത്വനം ഇതുണ്ട്. ഇനി പുതിയ ഒരു ബോക്സും കൂടെ വെക്കുകയാണ്. ഇതിന് ദിവസം കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ഓഹരി പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കുക. നമ്മളൊക്കെ ചായ കുടിക്കാൻ പോകുമ്പോൾ ഇതിൽ കൂടി പോകുമ്പോൾ ഒരു ചായ കുടിച്ച് ചെറിയ സാധനം ഈ ബോക്സിലിടുക. സക്കീർ ഖാൻ കിട്ടണിൽ നമ്മൾ കൊടുക്കുന്ന ആ ചായക്കായിൽ ഒരു ഓഹരി തീർച്ചയായിട്ടും പാവപ്പെട്ട രോഗികൾക്ക് എത്തുമെന്ന് ഉറപ്പാണ്. കാരണം വർഷങ്ങളായി സക്കീർ ഖാൻ ഇങ്ങനെയുള്ള സഹായങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് നേരത്തെ എനിക്കറിയണം. കാരണം പല രോഗികളുടെ വിഷയങ്ങളും പറയുമ്പോഴും അദ്ദേഹം വിഷമിച്ചുകൊണ്ടാണ് ആ രോഗികളെ പറ്റി പറഞ്ഞുകൊണ്ട് അതിലേക്ക് സഹായം ചെയ്യല്. മനസ്സിലായ ഞാനിതിലേക്ക് ഇങ്ങനെ സഹായിക്കാം, എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ വലിയൊരു കച്ചവടമൊന്നുമല്ല, ചെറിയ കച്ചവടക്കാരനാണ്, പക്ഷേ വലിയ മനസ്സാണ്. ഇതാണ് ഞങ്ങളെ സക്കീർ ഖാൻ. എന്തങ്ങനെ നമ്മൾ കിട്ടണയിലൊക്കെ ഒരു ഓഹരി എപ്പോഴും പാവങ്ങൾക്ക് നീക്കി വെക്കലാണ്. എന്നാലും ഇന്നിപ്പോൾ ഒരു പുതിയ ഒരാശയം കൂടി തുടങ്ങുകയാണ്. കുറേ മുന്നായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അതൊരു പ്രചോദനം നിങ്ങളെപ്പോലുള്ള ആളുകളായിരുന്നു നിങ്ങളായിട്ട് ആശയവിനിമയം നടത്തി. അപ്പോൾ നിങ്ങളിന്നൊരു പോസിറ്റീവായ മറുപടി എനിക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളത് റംസാൻ കഴിഞ്ഞിട്ട് നമ്മൾ തിരക്കൊഴിഞ്ഞതിന് ശേഷം നമുക്കത് ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നതാണ്. എന്തായാലും നിങ്ങളെത്തി അതിൻ്റെ ഒരു നല്ലൊരു ചടങ്ങിന് നിങ്ങൾ നേതൃത്വം നൽകിയത് വളരെയേറെ സന്തോഷം. ഒരുപാട് രോഗികൾക്ക് തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഈ ചായക്കട നടത്തുമ്പോഴും ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചാലും അതൊക്കെ നമുക്കുള്ളതല്ല. തീർച്ചയായിട്ടും പക്ഷെ ഇതില് ഈ നീക്കി വെക്കുന്ന ഈ ഓഹരി ഉണ്ടല്ലോ, അത് തീർത്തും നമ്മളെ സമ്പാദ്യമാണ്. അത് നാളെ നമ്മൾ തിരിച്ചു പോകുമ്പോൾ, നാളെ എന്നുള്ളൊരു വാക്ക് നമുക്ക് ഉറപ്പിച്ച് പറയാൻ വയ്യ. നാളെ ചിലപ്പോൾ മണ്ണിന്റെ അടിയിൽ എപ്പോഴെത്തുക എന്നുള്ളത് പടച്ചമ്പരനെ അറിയുള്ളൂ അല്ലേ. ഒരാൾക്കും ഗ്യാരണ്ടി പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് മനുഷ്യന്റെ അവസ്ഥ അല്ലേ. നമ്മൾ പറയും നാളെ അല്ലെ അടുത്ത കൊല്ലം പല പദ്ധതിയും, അപ്പോൾ നമ്മൾ ഉണ്ടാവുമെന്നൊരു ഉറപ്പില്ല. പക്ഷേ ഇങ്ങനെയുള്ള നമ്മൾക്ക് ചെറിയ സഹായങ്ങൾ കയ്യിലുണ്ടെങ്കിലും അതിൽ നിന്നൊരു ഓഹരി നീക്കി വെക്കുമ്പോൾ അതിലൊരു സുഖം വേറുണ്ടല്ലേ. തീർച്ചയായിട്ടും മനസ്സിന് വളരെയേറെ സന്തോഷം തോന്നാറുണ്ട്. പിന്നെ നിങ്ങളൊരു വാക്ക് കടമെടുക്കുകയാണെങ്കിൽ തന്നെ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചിട്ട് മക്കള് ആ പാപ്പാന്റെ കാലശേഷം അതിനു വേണ്ടി തല്ലുന്ന ഒരവസ്ഥയാണ് കാണുന്നത്, പലപ്പോഴും കണ്ടുവരാറുണ്ട്. തീർച്ചയായിട്ടും പിന്നെ അച്ഛൻ മരിച്ചുപോയി ഇത്ര. ആ മകനൊക്കെ ചെയ്ത ദുൽമെന്താ, എന്തിനാണ് ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത അനാവശ്യമായിട്ടുള്ള സ്വത്ത് സമ്പാദിക്കുന്നത്? മക്കളില് കുഞ്ഞിപ്പങ്ങളെ കുട്ടി വരെ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വാപ്പ കാണിക്കുന്ന മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുകൾ കാണിച്ചു കൊടുത്തുകൊണ്ടാണ് അവനെ വളർത്തേണ്ടത്. അവനെ പറ്റി പേടിക്കണ്ട. കാരണം എന്താ പറയാ, സ്വത്തിന്റെ മുതലിന്റെ പേരിൽ വാപ്പാനൊന്ന് തല്ലാനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ കുടുംബത്തെ സഹായിക്കാതെ നോക്കാതെ ഇരിക്കൂല. കാരണം കുഞ്ഞു മനസ്സിൽ തന്നെ മറ്റുള്ള പാവപ്പെട്ടവന്റെ വിഷമങ്ങളും വേദനകളും അവന് കാണിച്ചു കൊടുക്കണം. നിങ്ങൾ അറിയണം, വിശപ്പും അറിയണം. പാവപ്പെട്ടവന്റെ രോഗങ്ങളുള്ള ആളുകൾക്ക് സഹായം ചെയ്ത് ഓനെ കൊണ്ട് നിങ്ങൾ ആ ഡിഗ്രി കൊടുത്ത് പഠിപ്പിക്കുക. അതാണ് ഒരു രക്ഷിതാക്കൾ ചെയ്യേണ്ട കടമയും. അല്ലാതെ ആദ്യത്തെ ഡിഗ്രി മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിച്ചു കൊടുക്കാതെ വേറെ എന്ത് ഡിഗ്രി അല്ലെ എന്ത് A+ കിട്ടിയിട്ട് ഒരു കാര്യമില്ല. ആ മക്കളെ കൊണ്ട് ഒരു ഉപകാരിക്കപ്പെട്ടു. സർട്ടിഫിക്കറ്റ് കൊണ്ടൊന്നും യാതൊരു ഫലമില്ല. ഇതൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മളെ പിന്നെ പങ്കെടുത്തതിന് അഹമ്മദ് കുട്ടി ചെമ്പിക്കൽ ഒക്കെ നമ്മൾ സംസാരിക്കാം. നമ്മളെ കുഞ്ഞാമ്മക്ക ആദ്യത്തെ ചെറിയ സഹായം കിട്ടുകയാണ്. കാരണം ഇവിടെ വരുന്നവരും ചെറിയ സഹായങ്ങളൊക്കെ ഇടുമ്പോൾ അത് ഇൻഷാ അല്ലാഹ് നാളെ ഒരുപാട് രോഗികൾക്ക് എത്തിപ്പെടും. ഞാൻ നോക്കാം ആദ്യം ഇൻഷാ അല്ലാഹ് ആദ്യം ഇടി. അപ്പം ചെറിയ ഒരു സഹായങ്ങളാണെങ്കിലും ആ സഹായം നമ്മളും ചായ കുടിക്കുമ്പോൾ ഒരു ചായൻ്റെ കാശ് 10 റുപ്യാണ്. 10 റുപ്യേൻ്റെ ചായക്ക് അപ്പോൾ നമ്മൾ ഒരു 10 രൂപ നമ്മൾ ആ ചായക്ക് ബദൽ ഒരു 20 രൂപ ആക്കാം. അപ്പോൾ നമ്മൾ ആ സഹായം ആ പാവപ്പെട്ട രോഗികൾക്ക് എത്തുന്നതിൽ നമുക്കും പങ്കാളിയാവാം ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ ഇവിടുത്തെ ചായ കുടിക്കാൻ പോകുന്ന ആൾക്കാരാണ്. അവരൊക്കെ ഈ സഹായം ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ. വളരെ നല്ല സന്തോഷം. ഇതൊക്കെ നല്ല കാര്യമാണ്. കാരണം അദ്ദേഹം പറഞ്ഞ ഈ കിട്ടുന്ന സമ്പാദ്യം ഞാൻ പാവപ്പെട്ട പാലിയേറ്റീവിന് അങ്ങനെ രോഗികൾക്ക് വേണ്ടി ഞാൻ നീക്കി വെക്കുന്നു പറഞ്ഞ് വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു കച്ചവടക്കാരനും ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. അദ്ദേഹം സക്കീർ ഖാൻ്റെ ചായക്കട എന്ന് പറഞ്ഞൊരു പ്രത്യേകം ഉണ്ട് ഇവിടെ. പക്ഷെ അത് എന്നും നിലനിൽക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനുള്ള ഒരു നല്ലൊരു ബർക്കത്ത് നൽകട്ടെ. ഇത്രയും പാവങ്ങളെ സഹായിക്കാനാണ് മൂപ്പര് ആ മനസ്സ് വന്നത്. അതുകൊണ്ട് പടച്ചവൻ്റെ
അയാൾക്ക് നല്ലൊരു കൂലിയുള്ള കാര്യം കൂടിയാണ്. അയാൾ കിട്ടുന്ന വരുമാനത്തിന് ഒരു ചെറിയ സംഖ്യ അവന് അദ്ദേഹം തടിക്ക് ആഫിയത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്താ നമ്മളെ സക്കീർക്കാൻ നിലവിൽ ഇവിടെ സഹായങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ് നമുക്കറിയാം. കിട്ടണിയിൽ ചെറിയ കടയാണെങ്കിലും അതിന് കിട്ടണിയിൽ ഒരു ഓഹരി എപ്പോഴും പാവങ്ങൾക്ക് നീക്കിയെത്തണം. നേരത്തെ അങ്ങനെ ശീലമുള്ളതാണ്. അതെ, എല്ലാ കാര്യങ്ങളിലും വളരെ കുട്ടീനെ കണ്ട് എല്ലാ കാര്യങ്ങളെ പറ്റി അന്വേഷിച്ച് അവൻ്റെ വരുമാനത്തിലും കൂടുതൽ അതിന് കണക്കാക്കിയിട്ടില്ല അവൻ ചെയ്യുന്നത്. പരമാവധി അവൻ ചെയ്യുന്നുണ്ട്. അവരുടെ കുടുംബം തന്നെ അങ്ങനെ കേട്ടാ, ഏട്ടനും അളിയനും അനിയനും ഒക്കെ അല്ലേ ഫാമിലി പെട്ടെന്ന്. അതെ അതെ അതെ. ഞാൻ കണ്ടു. ഞാൻ ഇപ്പോൾ നാളെ ഒരു ക്യാൻസർ രോഗിയായ ഉമ്മാന്റെ വീടിന്റെ പണി തുടങ്ങുമ്പോൾ അതിലുള്ള പ്ലംബിങ്ങിന്റെയും വയറിങ്ങിന്റെ പണിയൊക്കെ മൂപ്പരാളാണ് അഞ്ചനായിട്ടാണ് ചെയ്തത്. അതെ 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 അതെ. അപ്പൊ അത് ആ സക്കീർ ഖാന്റെ വാപ്പിമ്മയും കാണിച്ചു കൊടുത്ത വഴിയാണ് ആ മക്കൾ തുടങ്ങുന്നത് അല്ലേ? ഇല്ല, ഉണ്ടാവട്ടെ. എന്താ നമ്മളെ നിങ്ങളൊക്കെ സക്കീർ ഖാന്റെ സുഹൃത്തുക്കളാണ്. സക്കീർ ഖാന്റെ മറ്റേ പാരമ്പര്യം എന്ന് പറയുന്നത് വാപ്പാക്കന്നെ പഴയ കാലത്ത് ചെമ്പിക്ക് ഹോട്ടലായത്. അപ്പൊ അന്നൊക്കെ ഭക്ഷണത്തിന് വലിയ ക്ഷാമമുള്ള സമയത്തൊക്കെ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്തിരുന്ന ഒരു പാരമ്പര്യം അവർക്കുണ്ട്. സക്കീർ ആ മാതൃകയുള്ള ഒരാളാണ്. ഒരു നേരത്തെ ഭക്ഷണം ആര് വന്നാലും സക്കീറായി ആരൊന്നും പൈസ വാങ്ങിക്കാതെ തന്നെ ഭക്ഷണം കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് സക്കീർ. പിന്നെ സക്കീർ തന്നെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ആ രീതിയുണ്ട്. പോകാനത് നിർദ്ധരായിട്ട് ആരും വന്നിട്ടും മറ്റേ ബസ്സിന് പോണ ആൾക്കാർക്കൊക്കെ അതിനൊന്നും പൈസ വാങ്ങിക്കുക, അങ്ങനെ ഒരു ഇത് വാങ്ങിക്കുക, ലാഭം മാത്രം കണ്ടിട്ടുള്ള ഒരു കച്ചവടമല്ല. കിട്ടുന്ന ഒരു വിഹിതം നമ്മളീ പ്രദേശത്തുള്ള ആൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രദേശത്തൊന്നും എന്തൊരു കാര്യത്തിന് സഹായം ചോദിച്ചാലും അതിനൊക്കെ കൈയച്ച് സഹായിക്കുന്ന ഒരാളാണ്. ഇല്ല എന്ന് പറഞ്ഞ് സക്കീർ തരം മടക്കി അയച്ചിട്ടില്ല നമ്മൾക്ക്. അപ്പോൾ ഇതൊരു നല്ല മനസ്സുള്ളവർക്കല്ല ഇത് ചെയ്യാൻ പറ്റും. ഇവിടെ സത്യത്തില് സക്കീർ ഖാനെ നമ്മൾ ഉപമിക്കുകയാണെങ്കിൽ നമ്മളെ ബേബി പിച്ചമ്മണ്ണൂരേട്ടന്, നമ്മളെ യൂസഫലിക്ക, നമ്മളെ നെസ്റ്റോന്റെ മുതലാളി, ഇവരൊക്കെ വലിയ വലിയ സമ്പന്നരാണ്. അവര് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ സക്കീർക്ക് ചെറിയ ഈ കൊച്ചു ചായക്കടയിൽ നിന്ന് കിട്ടുന്നതില് ഒരു ഓഹരി പാവങ്ങൾക്ക് നീക്കി വെക്കുന്നുണ്ട്. തീർച്ചയായും സത്യത്തില് വലിയ അത്ഭുതമാണ് ഇതൊക്കെ. തീർച്ചയായും കാരണം ചെറിയ കടയിൽ നിന്ന് കിട്ടുന്ന ഒരു വിഹിതമുള്ള നോക്കി മറ്റേ 6 ആൾക്കാർ കുടുംബം കഴിയുന്നുണ്ട് ഈ കട കൊണ്ട്. വലിയ കാര്യമല്ലേ? 6 ആൾക്കാര് കുടുംബം പോലിക്കാം. മാന്യമായ കൂലി കൊടുക്കണ്ടേ? അന്വേഷിച്ചാലേ മാന്യമായ കൂലിയാ, ഇതിനൊരു മോശം വരുത്തിയിട്ടുള്ള കൂലിയല്ല. അപ്പൊ അതങ്ങനെ ഒരു അതും കൂടി വിജയിപ്പിക്കട്ടെ അല്ലേ? ഇവിടെ എല്ലാ ഫാമിലിയൊക്കെ ഉണ്ട് കേട്ടോ. ഫാമിലിയൊക്കെ വരും ഇവിടെ വന്ന് ചായ കുടിച്ച് സക്കീർ ഖാന്റെ ആ സ്പെഷ്യൽ ചായ, സ്പെഷ്യൽ കടികൾ ഇതൊക്കെ കഴിച്ച് സന്തോഷത്തോടെ. അതായത് ഇവരൊക്കെ മാതൃക നോക്കണം. ഇവരാരും വലിയ ഹോട്ടലുകൾ ഇഷ്ടംപോലെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. വലിയ വലിയ രീതിയിലുള്ള സെറ്റപ്പിൽ ഒരുപാട് പൈസ നമ്മൾ ചിലവാക്കി ചെറിയ പൈസ ഉള്ളൂ. അതിനൊരു ഓഹരി പാവപ്പെട്ടവർക്ക് നീക്കി വെക്കുന്ന സക്കീർ ഖാന്റെ കടയിൽ പോയിട്ട് ചായ കുടിക്കുക, കുടുംബമായിട്ട് വന്ന് സക്കീർ ഖാന്റെ കൂടെ ഒരു ചായ, സ്പെഷ്യൽ ചായയും അവിടുത്തെ പലഹാരങ്ങളും കഴിക്കുക. ഈ ഫാമിലിക്കൊക്കെയാണ് നമ്മൾ ബിഗ് സല്യൂട്ട് അടിക്കേണ്ടത് സത്യമായിട്ടും. കാരണം ഇവർക്ക് കഴിയാഞ്ഞിട്ടല്ല വലിയ വലിയ ഹോട്ടലൊക്കെ പോകാൻ. പക്ഷേ സക്കീർ ഖാൻ എന്ന് പറഞ്ഞ മനുഷ്യസ്നേഹി മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളവിടുന്ന് എന്ത് കഴിച്ചാലും അതിനൊരു ഓഹരി പാവങ്ങൾക്ക് നീക്കി വെക്കുന്നുണ്ട്. നമ്മളെ ചായ, നമ്മളെ പലഹാരങ്ങളൊക്കെ അവിടുന്ന് കഴിച്ചുകൊണ്ട് ആ കാശ് അവിടേക്ക് കൊടുക്കുക. അതിൽ നമ്മൾ കൊടുക്കുന്ന സഹായത്തിന് ഒരു ഓഹരി പാവങ്ങൾക്കാണ്. അതിൽ ആ പുണ്യപ്പെട്ട പ്രവൃത്തിയിൽ നമ്മളും പാടെ പങ്കാളിയാവുന്നതാണ് ഈ പങ്കന്മാരൊക്കെ. അവരെ നെയ്ത്ത് നമ്മളൊക്കെ തിരുനാവായക്ക് വരുമ്പോൾ, അതായത് ചെമ്പിക്കൽ അല്ലേ, പുഴ, അത് നല്ല രസം അവിടെ ഇരിക്കാൻ. ഇതിന് നേരെ ബാക്കിൽ പുഴയാണ്. ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് കാണൂല, ഫുള്ള് പുഴയാണ്. എത്ര പണിക്കാരുണ്ട്? 5 ആളുണ്ട്. അല്ലേ? മുറുക്കാറായി. മുംബൈക്കാ ദോസ്തുണ്ട്. ഇതാണ്ട പല പലഹാരങ്ങളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പല സാധനമുണ്ട്. അപ്പോൾ നമ്മളെ ഫാമിലി ഏറ്റവും ഒരു ദിവസം വരിക, നമ്മളെ സക്കീർ ഖാന്റെ കടയിൽ നിന്ന് പലഹാരങ്ങളും ചായയൊക്കെ കഴിക്കുക. പോകുമ്പോൾ ഈ ബോക്സിൽ ഒരു ചെറിയ സക്കീർ ഖാൻ ചായക്കായി കൊടുക്കുമ്പോൾ ഒരു ചെറിയ 10 രൂപ അതിലിടുക. അങ്ങനെ നമ്മൾ ഓരോ ഫാമിലിയും 10 രൂപ ഇടുമ്പോൾ അത് ഒരുപാട് പാവപ്പെട്ട രോഗികൾക്ക് അത് വലിയൊരു സംഖ്യ ആകുമ്പോൾ എത്തിച്ചേരും. പിന്നെ നമ്മളെ സാന്ത്വനം ഉണ്ട്, അതായത് പാലിറ്റീവിൻ്റെ നമ്മുടെ എടക്കോളത്തില്ലേ, അതും വലിയൊരു പുണ്യമാണ്. കാരണം പാലിറ്റീവാണ് എല്ലാ രോഗികൾക്കും സാന്ത്വനം. പിന്നെ ശരിയല്ലേ? ഞാൻ അവിടെ സ്ഥിരം വന്ന് ചായ കുടിക്കാറുള്ള ആളാണ്. കൊടുതീരത്ത് വരുമ്പോഴൊക്കെ സ്ഥിരം വന്ന് ചായ കുടിക്കുന്ന കടയാണ്. പിന്നെ സക്കീർ പൊതുവെ ഒരു പരോപകാരിയായ മനുഷ്യനാണ് ഈ പ്രദേശത്തെ. അപ്പോൾ അവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളത് ഈ കാലത്തൊരു ആവശ്യകതയാണ്. കാരണം നമ്മുടെ എല്ലാ ആളുകളും ഈ മേഖലയിൽ ഓരോ വിഷയങ്ങളുമായിട്ട് ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നവരാണ്. അപ്പോൾ ഇതിനൊക്കെ തന്നെ ഒരു ജനകീയ രൂപത്തിലുള്ള കാഴ്ചപ്പാടും കൂട്ടായ്മകളും ഇനി ആവശ്യമാണ്.
ഓക്കെ ഇൻഷാ അല്ലാ. ഉഷാറാണ്. ഉഷാറായിട്ടുണ്ടല്ലേ? അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും വരിക, നമ്മുടെ സക്കീർഖാൻ്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കുക, ഇൻഷാ അല്ലാ പ്രോത്സാഹിപ്പിക്കുക. അതിലൊരു ഓഹരി പാവപ്പെട്ടവർക്ക് പോട്ടെ, രോഗികൾക്ക് പോട്ടെ, അവർക്ക് തണലാവട്ടെ ഇൻഷാ അല്ലാ. സക്കീർക്ക നീ ഞാൻ നിർത്തട്ടെ അല്ലേ? ഇൻഷാ അല്ലാ ഫാമിലികളൊക്കെ വരട്ടെ. തീർച്ചയായിട്ടും നല്ല സൗകര്യമാണ്. പുഴൻ്റെ ചാരിയിട്ടാവുമ്പോൾ നല്ല കാറ്റും കൂടെ. ഇത് സക്കീർഖാൻ്റെ മോനാണ്, അടുത്ത കാരുണ്യ പ്രവർത്തകന്. ആരാവണം എന്ന് എൻ്റെ കുട്ടി ആഗ്രഹം? MA യൂസഫ് അലിക്ക, ബേബി ചെമ്മണ്ണൂരേട്ടന്, അതേമാതിരി നമ്മളെ വലിയ വലിയ പൈസക്കാരുണ്ട്. ബോബിയേട്ടൻ ഇവിടെ നിന്നാ. അപ്പം നമ്മുടെ ബഹുമാന്യനായ ബോബി ഏട്ടൻ എന്ന വലിയ മനുഷ്യസ്നേഹി നമ്മളെ സക്കീർഖാൻ്റെ കടയിൽ വന്നിത്രേ. ചായയൊക്കെ കുടിച്ചിട്ടാണ് പോയിട്ടുള്ളത് അറിയില്ലേ? അപ്പം അതൊക്കെ ഒരു പിക്സലോട്ട് കൊടുക്കുക അദ്ദേഹത്തിന്. അദ്ദേഹം ഇതാണ് അദ്ദേഹത്തിന് വലിയ വലിയ ഹോട്ടലിൽ കയറാൻ കഴിയാനിട്ടല്ല, നമ്മളെപ്പോലുള്ള ചെറിയ സ്ഥാപനങ്ങളിൽ വിജയിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അതാണ് ബോബിയേട്ടൻ്റെ ഏറ്റവും വലിയ മനസ്സ്. മനസ്സിലായി ഇപ്പോഴത്തെ അദ്ദേഹത്തിന് അതൊക്കെയാണ് പ്രചോദനം. തീർച്ചയായിട്ടും കോടികൾ ആസ്തിയുള്ള ആള് തെരുവിലിറങ്ങി അബ്ദുൾ റഹീമിന് വേണ്ടിയുള്ള ആ പണപ്പിരിവ്, അതൊക്കെ വലിയൊരു മാതൃകയാണ് നമുക്ക്. അത് ആകെ അങ്ങോട്ട് വഴി തെളിച്ചത് മൂപ്പരാളാണ്. പിന്നെ ഇത്ര കോടീശ്വരാണ് കമ്മിറ്റിക്കാരും എല്ലാവരും ബേജാറിലേത് എവിടുന്നാ ഇപ്പൊ ഇങ്ങനെയെന്നുള്ള അതൊക്കെ മൂപ്പരാളും കൊണ്ട് തിരുവനന്തപുരം തുടങ്ങി. ഞാനടക്കം അദ്ദേഹത്തിന് ഒരു കൈത്താങ് എന്നുള്ള നിലക്ക് ഞാനും ബക്കറ്റ് എടുത്ത് പിരിവിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പള്ളികളിൽ നിന്ന്. വളരെ അദ്ദേഹം അങ്ങനെയുള്ള ആളുകളാണ് നമുക്കൊരു പ്രചോദനം. അല്ല ഇതിവിടെ ഈ നാട്ടില് ജാതി മതമൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഒരു മാതൃകാ പുരുഷനാണ് അദ്ദേഹം അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നിങ്ങൾക്ക് അതുപോലെ നമുക്ക് എല്ലാവർക്കും ആരോഗ്യത്തോടുള്ള ഒക്കെ അല്ലേ? എല്ലാവർക്കും ആരോഗ്യത്തോടുള്ള ദീർഘായുസ് തന്ന് സർവേശ്വരൻ തുണക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. हिंदी में बात करो। यहाँ पर आइए, आप इंजॉय कीजिए और उसके बाद देन आफ्टर यार अगर डोनेशन कुछ भी कर सकते हो आप लोग तो कीजिए, क्योंकि ये किडनी वालों के लिए, लीवर वालों के लिए, आइस वालों के जो भी आप डोनेशन कर सकते हो यहाँ पर 5 रुपए 10 रुपए फैमिली वाले अदर जो भी हैं आप आए, जो भी 50-100 का खाते हैं आप 5 रुपए डोनेशन करेंगे, किसी गरीब का भला होगा। तो प्लीज आकर जरूर सपोर्ट करें, इसमें डोनेशन जरूर करें आपका। थैंक यू, बाय बाय, टेक केयर। आप इंजॉय करें यहाँ पर आकर फूड। शकील भाई हुसैन की दुकान है, चंडीगढ़ रोड पर है। आप जब भी आए, कभी भी आए, नेवर इन टाइम। मॉर्निंग 8 o'clock ओपन होता है और क्लोजिंग टाइम जो है 11 है। आप जब भी आए इंजॉय करें फूड, इंजॉय के बाद आफ्टर दैट आप जो भी डोनेशन कर सकते हो 5 रुपीज 10 रुपीज 20 रुपीज आपकी श्रद्धा है, आप इसमें डोनेशन जरूर करें। बाय बाय, टेक केयर, लव यू ऑल, बाय ബായ് ബായ്, താങ്ക് യു. അപ്പം എന്തായാലും സക്കീർഖാൻ്റെ കടയിൽ നമ്മളൊക്കെ കയറുക, പ്രോത്സാഹിപ്പിക്കുക, സക്കീർഖ എന്ന മനുഷ്യസ്നേഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇൻഷാല്ലാ എന്നാൽ സക്കീർഖാൻ നിർത്തണ്ട, അതാ നേരെ പുഴയട്ടാ. ഈ പുഴയോട് ചാരിയിട്ട് ഉള്ള തടുപ്പ് കാണൂല, പക്ഷേ അവിടെ ഇരിക്കാനൊക്കെ അപ്പുറത്ത് നല്ല സൗകര്യം. അവിടെ ഫാമിലിയാണ്, അതുകൊണ്ടാണ് ഓരോ ബുദ്ധിമുട്ടിച്ചുണ്ടാക്കി എടുക്കാത്തത്. അവിടെ വേണ്ട ഫുള്ള് ഫാമിലിയാണ് അവിടെയൊക്കെ, അതൊക്കെ ഫാമിലിയിൽ നിന്ന് കഴിക്കാണ്. അപ്പോൾ നമ്മൾ ഇൻഷാല്ലാ അച്ഛൻ വിജയിപ്പിക്കട്ടെ അദ്ദേഹത്തെ.